എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നാടൻ സ്റ്റൈലിലുള്ള ഒരു അടിപൊളി ചില്ലി ചിക്കൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിത് സോസും അധികം പൊടികളൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇടികല്ലിലേക്കോ നമുക്കൊരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ഏലക്ക, അതുപോലെ തന്നെ 2 ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇത് പച്ചയ്ക്കാണ് എല്ലാം ചേർക്കേണ്ടത്, വറുത്തിട്ടല്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ ചതച്ചെടുക്കുമ്പം ഈ ചിക്കൻ്റെ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി നിങ്ങൾ വലിയ അല്ലിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3-4 എണ്ണം മതി. ചെറിയ അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കൂടം വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയുടെ കഷ്ണം കൂടി ഇട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. ഈ റെസിപ്പിയിൽ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കില്ല. അപ്പോൾ നമ്മൾ എരിവിനായിട്ട് പച്ചമുളകാണ് എടുക്കുന്നത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പച്ചമുളകോ കാന്താരിയോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. നമ്മളിവിടെ ഒരു 10 എണ്ണത്തിന് അടുപ്പിച്ച് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചതച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനേക്ക് ഒരു പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ ഗരം മസാല ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചങ്ങ് അരഞ്ഞു പോവും. അപ്പോൾ നമ്മളിതുപോലെ ചതച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ പച്ചമണം മാറാനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മറ്റു പൊടികൾ ഒന്നും ചേർക്കില്ല, മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഞാനിവിടെ ചെറിയ ഉള്ളി 1 കപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ 1/2 കിലോ ചിക്കന് വേണ്ടിയിട്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നു. മഞ്ഞൾപ്പൊടിയോടൊപ്പം തന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർക്കണം. കുരുമുളക് ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവ് മതി. കുറച്ച് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്, എക്സ്ട്രാ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ തൊടയാണ്. അപ്പോൾ കുറച്ചൊരു ഫാറ്റും നല്ലൊരു മാംസത്തിനൊരു സോഫ്റ്റ്നെസ്സും കിട്ടും. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. ചിക്കൻ ബ്രസ്റ്റ് എടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. ചിക്കൻ തൈസ് അല്ലാന്നുണ്ടെങ്കിൽ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കുമ്പോഴാണ് നല്ലത്. അടച്ചു വെച്ചൊരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും നമ്മളിതിലേക്ക് ചേർക്കരുത്. വെള്ളം ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി ഇത് നന്നായിട്ട് വഴറ്റി എടുക്കുക. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഇത് എടുക്കുക. അവസാനം കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം കഴിക്കാവുന്നതാണ്. അടിപൊളി ഒരു മണമാണ്. നമ്മളിതിൽ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിരിക്കുന്ന കാരണം ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ഇങ്ങനെ ചിക്കൻ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ നമ്മൾ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വളരെ അടിപൊളി ടേസ്റ്റാണെങ്കിൽ കൂടി ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, പൊറോട്ട, അപ്പം, ചോറ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും മറക്കാതെ കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്